കുട്ടികളാണെങ്കിൽ അല്പം കുറുമ്പും കുസൃതികളും ഒക്കെ സ്വാഭാവികമാണ്. അവരുടെ കളിയും ചിരിയും കാണുന്നത് തന്നെ എന്ത് സന്തോഷമുള്ള കാര്യമല്ലേ. ചില പിള്ളേരാണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ പേരിൽ ആരെങ്കിലും അവരെ ഉപദ്രവിക്കാറുണ്ടോ? എന്നാൽ തിരുവനന്തപുരം നെടുമങ്ങാട്ടെ മനസാക്ഷിയില്ലാത്ത ആ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായി തല്ലിച്ചതച്ചതാണ്, കൊന്നില്ലാതാക്കിയതാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേരും കുറ്റം സമ്മതിച്ചു. കളിക്കുന്ന സൈക്കിളിൽ നിന്ന് വീണ് കുട്ടിയുടെ കൈകൾ ഒടിഞ്ഞിട്ടും 12 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നുവെന്നും ഓടി നടക്കാതിരിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചതായും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അർഷിദിന്റെ അമ്മ അഖിലയും പങ്കാളി അഷ്കറും കുട്ടിയോട് ചെയ്ത ക്രൂരതകൾ തുറന്നു പറഞ്ഞത്. മുന്നോട്ട് ഒരുമിച്ചുള്ള ജീവിതത്തിന് കുട്ടി തടസ്സമാണെന്ന് കരുതിയിരുന്നെന്ന് ഇരുവരും മൊഴി നൽകി. കുട്ടി ഹൈപ്പർ ആക്റ്റീവായിരുന്നു. ഓടി നടക്കാതിരിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചതായും പ്രതികൾ മൊഴി നൽകി. 2 കാൽവെള്ളകളിലും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു. ഇത് കുട്ടി ഒരിടത്തിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് അഷ്കറിന്റെ മൊഴി. കളിക്കുന്ന സൈക്കിളിൽ നിന്ന് വീണാണ് കുട്ടിയുടെ കൈകൾ ഒടിഞ്ഞത്. 2 കൈക്കും നീരും വേദനയും ഉണ്ടായിരുന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആദ്യം തയ്യാറായില്ല. 12 ദിവസം കഴിഞ്ഞാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. മർദ്ദനമേറ്റ് അവശനായ കുട്ടിയുമായി മധുരയ്ക്ക് പോയിരുന്നു. തിരിച്ചെത്തിയപ്പോൾ പനി കൂടി കുഴഞ്ഞു വീണു. എന്നാൽ മരുന്ന് നൽകാനോ ശുശ്രൂഷിക്കാനോ തയ്യാറായില്ല. മരിക്കുന്നതിന് 4 മാസം മുമ്പ് തൊട്ട് തന്നെ കുഞ്ഞിന് ക്രൂരമർദ്ദനമാണ് നേരിടേണ്ടി വന്നതെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ഒന്നാം പ്രതി അഷ്കറിനെയും 2ാം പ്രതി അഖിലയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ക്രൂരതകൾ വെളിപ്പെടുത്തിയത്. ദേഹമാസകലം മുറിവുകളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നെടുമങ്ങാട് പനവൂർ സ്വദേശി അർഷിദ് മെയ് 29 രാത്രിയാണ് മരിച്ചത്. ചോറ് കഴിക്കുന്നതിനിടയിൽ കുഞ്ഞ് ഛർദ്ദിച്ചുവെന്ന് പറഞ്ഞാണ് അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചത്. പിന്നാലെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായതോടെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ അഷ്കർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അഖിലയ്ക്കെതിരെ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 നെടുമങ്ങാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.